ഹലോ ഫ്രണ്ട്സ്, ജോക്ക് ജോലയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു മൂവി റിവ്യൂവിന് വേണ്ടിയിട്ടാണ്. ഒരു ഹൊറർ ത്രില്ലിംഗ് മൂവിയാണ്. മൂവിയുടെ പേരാണ് അറ്റോപ്സി ഓഫ് ജെനി ഡോ. മൂവിയെ കുറിച്ച് പറയുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ എടുത്തു പറയുകയാണ്. ഇതൊരു പോസ്റ്റ്മോർട്ടം മൂവിയാണ്. അതായത് പോസ്റ്റ്മോർട്ടം, അത് തുടക്കം തൊട്ട് അവസാനം വരെ പോസ്റ്റ്മോർട്ടം രീതികളിൽ പോകുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ തന്നെ ഈ വിഷ്വൽസ് ആരും കാണില്ല. ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷ്വൽസ് അതുപോലെ തന്നെ ഹൊറർ ആയിട്ടുള്ള വിഷ്വൽസ് ആണ്. നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം സേവിക്കുന്ന അസാധാരണമായി മരിച്ചവരും ആത്മഹത്യ ചെയ്തവരും പിന്നെ ആരെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ചെയ്ത് അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഒരാളെ പോസ്റ്റ്മോർട്ടം കൊണ്ടുവന്നത് അയാൾക്ക് എന്താണ് പറ്റിയത്, എന്തുകൊണ്ടാണ് മരണപ്പെട്ടത്, ഒരു 4 തരത്തിലുള്ള ഫുൾ പരിശോധന നടത്തിയാൽ മാത്രമേ ആ മനുഷ്യൻ എങ്ങനെയാണ് മരിച്ചെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കൂ. ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 1. ഫിസിക്കൽ എക്സാമിനേഷൻ, ശാരീരിക വിശദീകരണം, തറോസിക് എഡ്സ് ആൻഡ് ലെൻസ് ക്യാവിറ്റി, അതായത് ലെൻസ് അറ പരിശോധിക്കുക. അബ്ഡോമിനൽ എഡ്സ് ആൻഡ് സെക്ഷൽ ഓർഗൻസ്, അതായത് വയറും ലൈംഗിക അവയവങ്ങളെല്ലാം പരിശോധന. പിന്നെ അവസാനമായാണ് ബ്രെയിൻ, തലച്ചോറ്. ഈ 4 പാർട്ടും പരിശോധിച്ച ശേഷമേ ഒരാൾ മരിച്ചതെന്ന് എങ്ങനെയാണെന്ന് നിഗമനത്തിൽ അവർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കം തന്നെ ഒരു വീടാണ് കാണിക്കുന്നത്. അവിടെ എല്ലാം പോലീസ് എല്ലാം കൂടി നിൽക്കുന്നു. ഒരു വീട്ടിലുള്ള 10 പേര് ഭയങ്കര ദാരുണമായി മരിച്ചിരിക്കുകയാണ്. ഈ വീട്ടിൽ മോഷ്ടാക്കളൊക്കെ കടന്നു വന്ന് ആക്രമിച്ച് ഇവരെ കൊലപ്പെടുത്തിയതാണോ എന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ മരിച്ച 10 പേരും ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു അടയാളങ്ങളെല്ലാം അവിടെ തന്നെ കണ്ടിട്ടുമുണ്ട്. ഇങ്ങനെ അവർ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പോലീസിനോട് പറയുന്നു. ഇങ്ങനെ പുറത്തേക്ക് പോകാൻ നോക്കുന്ന ഇവരെ ആ വീട്ടിൽ വെച്ച് തന്നെ ആരോ കൊലപ്പെടുത്തുകയും ചെയ്തു. അവിടെ വീടിന്റെ താഴത്തെ അടിയിൽ ഒരു മൃതശരീരോടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരമാണ് കിടക്കുന്നത്. ആ വീട്ടിലുള്ള പെൺകുട്ടി അല്ല എന്ന് പോലീസ് നിഗമനിച്ചിരുന്നു. ഈ കുടുംബത്തിലെ ആരും തന്നെ അല്ല എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അടയാളം അറിയത്തില്ലാത്ത ഒരു പെൺകുട്ടിക്ക്, അതായത് മൃതശരീരത്തിന് വെക്കുന്ന പേരാണ് ജെയിൻ ഡോ. ഈ പെൺകുട്ടി എങ്ങനെ മരിച്ചു, ആരാണ് ഇവളെ കൊന്നത്, അത് അറിയണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണുക. ഇതേ നാട്ടിൽ തന്നെ ടോമി എന്ന് പറഞ്ഞ ഒരാള് മോർച്ചറിയും ക്രെമറ്റോറിയം ഒക്കെ നടത്തിക്കൊണ്ട് വരുന്ന ഒരു വ്യക്തിയായിരുന്നു. ടോമിയും ടോമിയുടെ മകൻ ഓസ്റ്റനും ഇവർ രണ്ടുപേരും നല്ല കൊറോണേഴ്സ് ആണ്. പോലീസിനെ സോൾവ് ചെയ്യാൻ പറ്റാത്ത പല കേസുകൾ ഇവർ എടുത്ത് നടത്തി അവരെ പോലീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് എമ എന്ന ഗേൾഫ്രണ്ട് അവൻ്റെ വീട്ടിലേക്ക് വരുന്നു. അവൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം എമ പറയുന്നു, എനിക്കൊരു ഡെഡ് ബോഡി കാണണം എന്ന് പറയുന്നു. പക്ഷെ ഓസ്റ്റൻ അവളെ കാണിക്കാൻ വിസമ്മതിക്കുകയാണ്. കാരണം അവൾ പേടിക്കും. അവളെ പേടിപ്പിക്കുന്ന കാര്യമൊന്നും അവന് ഇഷ്ടമല്ല. അവളെ അതുപോലെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കാണണം എന്ന് പറയുമ്പോഴത്തേക്കും ഓസ്റ്റൻ പറയുന്നു, ഇല്ല എൻ്റെ അച്ഛൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, ഇല്ല നിനക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടോ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഒരു ബോഡി പിക്ക് ചെയ്യാൻ പറയുന്നു. അപ്പോൾ പിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാലിൽ ബെൽ ബട്ടൺ കെട്ടിയിട്ടുണ്ട്. ഈ കാലിൽ എല്ലാ ശവത്തിൻ്റെയും കാലിൽ ബെല്ല് കെട്ടിയിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് എമ ടോമിയോട് ചോദിക്കുമ്പോൾ പറയുന്നു, കോമയിലേക്ക് പോയ ഒരു വ്യക്തിക്ക് അവൻ്റെ കാല് ചില നേരങ്ങളിൽ അവൻ്റെ കാലുകൾ അനങ്ങും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കെട്ടിയേക്കുന്നത്. ഈ മരിച്ച ആൾക്ക് ഞാനിത് കെട്ടിയേക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്നതാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ തന്നെയാണ് അവിടെ പോലീസ് അവിടെ വരുന്നത്. ഈ ഒരു വീട്ടിലെ ഇത്രയും പേര് മരിച്ചിട്ടുണ്ട്. അവർ മരിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് മരിച്ചതെന്ന് അറിയാം. പക്ഷേ ഈ പെൺകൊച്ച് എങ്ങനെയാണ് മരിച്ചത് എന്ന് ഇതുമായിട്ട് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇത് പറയേണ്ടതാണ്, ഇത് അങ്ങനെയാണ് മരിച്ചതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടണം എന്ന് പറയുന്നു. അപ്പോൾ ടോമി പറഞ്ഞു, ഓക്കെ നാളെ രാവിലെ തന്നെ റെഡിയാക്കി തരാം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. അതിനുശേഷം പോലീസ് അവിടുന്ന് പോവുകയും ഓസ്റ്റൻ തൻ്റെ ഗേൾഫ്രണ്ടിനോട് പറയുന്നു, ഈ 2 മണിക്കൂർ ശേഷം നീ തിരിച്ചു വരും, ഇതിന് പൂർത്തീകരിക്കട്ടെ, അച്ഛനെ ഞാൻ സഹായിക്കാൻ വേണ്ടി ഞാൻ നിൽക്കാം, നീ പോയിട്ട് വാ, അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് വെളിയിലോട്ട് പോകാം എന്ന് പറയുന്നു. അങ്ങനെ എമയെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ടോമിയും ഓസ്റ്റനും കൂടി ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയാക്കാൻ വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ്. ആദ്യം തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ശരീരം ഫുള്ളും നോക്കി അതിനകത്ത് എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും ചതവോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ തന്നെ ഒന്നും തന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഓസ്റ്റൻ തന്നെ ആ പെൺകുട്ടിയുടെ കണ്ണ് തുറക്കുന്നു. കണ്ണ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അത് വൈറ്റ് കളറിലാണ് കണ്ണിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അവർ രണ്ടുപേരും കൂടെ ആകപ്പാടെ എന്തോ പോലെ ആകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം മരിച്ചവരുടെ കണ്ണുകൾ മാത്രമേ അതുപോലെ വൈറ്റ് കളറിൽ ഇരിക്കത്തുള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ ആകപ്പാടെ അവർ കുറച്ചധികം എന്തോ പോലെയായി. കാരണം ജെയിൻ ഡോയുടെ ശരീരം എല്ലാം കണ്ടിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല മരിച്ച ആ ഒരു നിലയിലാണ് ശരീരം ഇരിക്കുന്നത് തന്നെയും. അതിനുശേഷം അവർ കൈകളിലെല്ലാം ഞെക്കി നോക്കുമ്പോൾ ഈ കാലെല്ലാം ഒടിഞ്ഞിരിക്കുന്നു, അതായത് എല്ലുകളെല്ലാം ഞുറുങ്ങിയിരിക്കുകയാണ്.
അപ്പോൾ അതിൽ ചതവോ നീരോ അടിച്ച പാടിൻ്റെ ഒരു തരി പോലും അതിൽ വന്നിട്ടില്ല. ഇത് വീണ്ടും അവർക്ക് ഭയങ്കര ഒരു പ്രത്യേക തരത്തിലുള്ള അത്ഭുതമാണ് തോന്നുന്നത്. അപ്പോൾ ഇവൾ എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് അവർക്ക് പ്രത്യേകിച്ച് കണ്ടെത്തുന്നത് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി കൂടിക്കൂടി വരികയാണ്. ഓസ്റ്റൻ അതിനുശേഷം ഒരു ബോർഡിൽ പടം വരച്ച് അവർക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ആ പടം വരച്ചിൽ അവിടെ രീതിയിൽ എഴുതി വെക്കുന്നു. അതിനുശേഷം ടോമി അവളുടെ മൂക്കും ചെവിയും എല്ലാം ശ്രദ്ധിച്ച് നോക്കുന്നു. ബ്ലഡിന്റെ അംശമോ ജലാംശമോ ഒന്നും തന്നെ കാണുന്നില്ല. ഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ തന്നെ ഓസ്റ്റൻ വന്നിട്ട് അവളെ വായ ചെറുതായിട്ട് തുറന്നു നോക്കുമ്പോൾ അവർ വീണ്ടും ഭയങ്കരമായിട്ട് പകച്ചു പോകുന്നു. കാരണം എന്ന് വെച്ചാൽ അവളുടെ നാക്ക് മുറിച്ചിരിക്കുന്നു. പിന്നെ അവളുടെ ഒരു പല്ല് അവിടുന്ന് പിഴുതെടുത്തിരിക്കുന്നു. ഇവളെ കൊന്നേക്കുന്നത് വളരെ ക്രൂരമായിട്ടാണ് എന്ന് അവർക്കപ്പം മനസ്സിലാകുന്നു. പിന്നെ ഉള്ളത് സാധാരണ പെണ്ണുങ്ങളുടെ ശരീരത്തെക്കാട്ടിലും വളരെയധികം ചുരുങ്ങിയ ഒരു ശരീരമാണ് ഇവൾക്ക് ഉള്ളതെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇവളെ റേപ്പ് ചെയ്ത് കൊന്നതായിരിക്കും. അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആ സമയത്ത് വരികയാണ് അവർക്ക്. ഇതേ സമയം തന്നെ ജെൻഡോയുടെ മൂക്കിൽ നിന്ന് ചെറുതായിട്ട് ബ്ലഡ് വരികയും അത് കഴിഞ്ഞിട്ട് ആ മൂക്കിൻ്റെ അകത്തൂടെ ഒരു ഈച്ച പറന്നു പോവുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇവർക്ക് ആകപ്പാടെ ഒരു വിചിത്രമായിട്ട് തന്നെ തോന്നി. ഇനി രണ്ടാമത്തെ ഘട്ടമാണ് തൊറാസിക് ലെൻസ് ആൻഡ് ക്യാവിറ്റിയിലേക്ക് അവർ കിടക്കുന്ന സമയത്ത് തന്നെ അവിടെയുള്ള റേഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പാട്ടൊക്കെ പാടുകയും ഇവരാകപ്പാടെ എന്താണ് ഈ പാട്ടൊക്കെ പാടുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓസ്റ്റൻ വേറൊരു പാട്ട് അതിൽ നിന്നും മാറ്റി വെക്കുകയും ചെയ്യുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് അവൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നമ്മുടെ ജെൻഡോയുടെ ദേഹം മുറിക്കുന്ന സമയത്ത് രക്തം അപ്പം തന്നെ വാർന്നൊഴുകുന്നു. പെട്ടെന്ന് ഇവരാകപ്പാടെ പകച്ചു നിൽക്കുന്നു. കാരണം മരിച്ചതിന് ശേഷം ഇത്രയും മണിക്കൂറായ ഒരാളുടെ രക്തം ക്ലോട്ട് ചെയ്യേണ്ടതാണ്, അതായത് കട്ട പിടിക്കേണ്ടതാണ്. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുക കുറച്ചു നേരം പകച്ചു നിൽക്കുന്നത്. ഇങ്ങനെയൊന്നും വരേണ്ടതല്ലല്ലോ എന്ന് അവർ ആലോചിച്ച് നിൽക്കുകയാണ്. ഓരോ 5 മിനിറ്റ് കഴിയും തോറും ഈ മൂവിയുടെ ഓരോ പാർട്ട് കാണുമ്പോൾ നമ്മൾ തന്നെ ആകപ്പാടെ ത്രസിച്ച് പോയി നിൽക്കുകയാണ്. അതുപോലെ മനോഹരമായിട്ടാണ് ഈ ഒരു ഫിലിം മുമ്പോട്ട് പോകുന്നത്. അതിനുശേഷം വയറ് മുറിക്കുന്നു. വയറ് മുറിച്ചതിന് ഉള്ളിൽ നോക്കുന്ന ലെൻസ് എല്ലാം ഭയങ്കരമായിട്ട് കരിഞ്ഞിരിക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഇങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം ജെൻഡോയുടെ ശരീരം ഫുള്ളും ഒരു കുഴപ്പമില്ലായിരിക്കണം, ഉള്ളിലാണ് ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തീ കൊണ്ട് കത്തിച്ചത് തന്നെയാണെന്ന് അവർക്ക് വ്യക്തമാകുന്നു. പക്ഷെ അത് എങ്ങനെയാണ് കത്തിയത് എന്നും മനസ്സിലാവുന്നുമില്ല. അതിന് ജെൻഡോയുടെ ഹാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഓരോരോ മുറിപ്പാടുകളാണ്, വെട്ടിമുറിച്ച മുറിപ്പാടുകളാണ്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പോലും, എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു മുറിപ്പാടുകൾ ഉണ്ടാകാൻ ഒരിക്കലും സാധ്യതയില്ല. കാരണം ഇങ്ങനെ ജെൻഡോയുടെ ശരീരം വെട്ടിമുറിച്ചതിന് ശേഷം ഹൃദയത്തിൽ മുറിപ്പാടുകൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള സാധ്യതയും ഇവിടെ ഒട്ടും കാണുന്നില്ല. കാരണം ഈ സ്ത്രീയുടെ ശരീരം മുറിച്ചത് ടോമിയാണ്. ഇപ്പോഴാണ് മുറിച്ചത്. വേറൊരു മുറിപ്പാടും പുറമെ തന്നെ ഒന്നും തന്നെ കാണുന്നില്ല. ഇതേ സമയം തന്നെ ഓൺസ്റ്റൻ അവിടെ നിന്ന് മാറുകയും അവിടെ എന്തോ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് പോവുകയും അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും തൻ്റെ പൂച്ച അവിടെ പാതി കഴുത്തറുത്ത് അവിടെ കിടക്കുന്നതാണ് കാണുന്നത്. ഇത് ടോമി ഒന്ന് കാണുകയും ടോമിക്ക് ഭയങ്കര വിഷമമാവും. ഇനിയിപ്പോൾ ഈ പൂച്ചയെ ജീവനോടെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് മനസ്സിലായി ടോമി തന്നെ അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. വളരെയധികം സങ്കടം ഉണ്ടാവുന്നുണ്ട് ടോമിക്ക് ആ സമയത്ത്. കാരണം ടോമിയുടെ വൈഫ് ഒരു പ്രസൻ്റായിട്ട് അത് തന്നതാണെന്നും തൻ്റെ വൈഫ് മരിച്ചു പോയതിനു ശേഷം താൻ അതിനെ അതുപോലെ തന്നെ സ്നേഹിച്ച് വളർത്തുകയാണെന്നുമാണ് തൻ്റെ മകനോട് പറഞ്ഞു. താൻ അതിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. ഇതിനു ശേഷം ജെൻഡോയുടെ ആമാശയം കീറുകയും അതിൻ്റെ അകത്തുനിന്ന് ഒരു പൂ കിട്ടുകയും ചെയ്യുന്നു. ഡിട്രാറ്റ് സ്ട്രാമോണിയം എന്നൊരു പൂവാണെന്നും അത് ഓർഗൻസിൽ എന്തോ ബാധിക്കുന്ന ഒരു വിഷാംശം ഉണ്ടെന്നും അവർക്ക് മനസ്സിലാവുന്നു. ആ സമയം തന്നെ റേഡിയോ ഓൺ ചെയ്യുകയും അതിനൊരു ന്യൂസ് വരികയാണ് ചെയ്യുന്നത്. നല്ല ശക്തമായ മഴ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് ആരും തന്നെ പോകരുത്, വീടുകളിൽ തന്നെ ഇരിക്കണം എന്നാണ് പറയുന്നത്. ഇത് കേട്ട് ഓസ്റ്റൻ തൻ്റെ അച്ഛനോട് പറയുന്നു, ഫാദർ നമുക്ക് ഇതിപ്പോൾ നിർത്താം, നമുക്ക് രാവിലെ ഇത് ചെയ്യാലോ എന്ന് പറയുന്നു. അപ്പോഴേക്കും ടോമി പറയുന്നു ഇത് രാവിലെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ട് കാണിക്കേണ്ടതാണ്, ആ പോലീസുകാരനോട് പറഞ്ഞേക്കുന്നത്, അവിടെ നമുക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് വീണ്ടും തുടരുന്നു. ഓൺസ്റ്റൺ ആ സമയങ്ങളിൽ തന്നെ ഒരു നിഴലുകളും രൂപങ്ങളൊക്കെ ആ സമയത്ത് കാണുന്നു. അതുകൊണ്ട് തന്നെ എന്തോ ഒരു വ്യത്യസ്തമായി എന്തോ നടക്കുന്നു എന്ന് ഓർക്കുമ്പോൾ തന്നെ ഓൺസ്റ്റന് നല്ല പേടിയുണ്ട്. പക്ഷെ തൻ്റെ അച്ഛൻ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഓൺസ്റ്റന് കുറച്ച് ധൈര്യം ഉണ്ടാവുകയാണ് അവിടെ നടക്കുന്നത്. ടോമി വീണ്ടും അവൾ ആമാശത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു തുണി പോലെ എന്തോ കിട്ടുന്നു. തുണിക്കകത്തുനിന്ന് ഒരു പല്ലും കിട്ടുന്നു. നോക്കുമ്പോൾ തുണിക്കകത്ത് എന്തൊക്കെയോ ഒരു ചിഹ്നങ്ങളും അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺസ്റ്റൺ പറഞ്ഞ ഇതിൻ്റെ റോമൻ ലെറ്റർ പോലെയാണ് എന്തോ ആണ് തോന്നുന്നത്. ആ പല്ല് നോക്കിയപ്പോഴത്തേക്കും ടോമി പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഓൺസ്റ്റന് ആ പല്ല് എടുത്തുകൊണ്ട് പോയിട്ട് ജെൻഡോയുടെ വായിക്കകത്ത് നോക്കുമ്പോൾ ജെൻഡോയുടെ ഒരു പല്ല് അതിനകത്തില്ലായിരുന്നു. ആ പല്ല് ഇതുമായിട്ട് നോക്കുമ്പോൾ ഇവളുടെ പല്ല് തന്നെയാണ് അതെന്ന് മനസ്സിലാകുന്നു. ഈ പല്ല് ഇവളുടെ വായിൽ നിന്ന് എടുത്ത് ശേഷം തുണിക്കകത്ത് വെച്ചതിന് ശേഷം വിഴുങ്ങിയോ എന്നാണ് ഇവർ പിന്നെ ആലോചിക്കുന്നത്. അതിനുശേഷം
ടോമി ജെൻഡോയുടെ നേരെ നിന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് പറയും, എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല, നീ തന്നെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. ജെൻഡോയുടെ തൊലിയിൽ എന്തോ ഒന്ന് വരച്ചിരിക്കുന്ന പോലെ തോന്നിപ്പോയി. ടോമി ആ തൊലി ഫുള്ളും പറിച്ചെടുക്കുകയും അതായത് കീറി മുറിച്ച് നോക്കുകയും ചെയ്യുമ്പോഴേക്കും തൊലി ഫുള്ളും ആകെ എന്തൊക്കെയോ വരകൾ വരച്ച്, എന്തൊക്കെയോ അക്ഷരങ്ങളും മന്ത്രങ്ങളും പോലത്തെ എന്തോ വര വരച്ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ ടോമിക്കും ഓസ്റ്റിനും ആകപ്പാടെ പേടിയാവുന്നു. എന്താണ് നടക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ഇതെന്താണ്? വെളിയിൽ നിന്നും നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ ശരീരത്തെ ഉള്ളിൽ എന്തൊക്കെയോ അമാനുഷികമായി എന്തൊക്കെയോ ഉണ്ട് എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും ആ സെക്കൻഡിൽ തന്നെ റേഡിയോ ഒരു പാട്ട് പാടുകയും അതേ ടൈമിൽ തന്നെ അവരിക്കുന്ന ബൾബുകളെല്ലാം തന്നെ പൊട്ടിത്തെറിച്ച് ഇരുട്ടിലേക്ക് മാറുന്നു. പെട്ടെന്ന് തന്നെ ഓൺസ്റ്റൺ ഒരു ലൈറ്റ് ഉണ്ട്, ടോർച്ച് ലൈറ്റ് ഉണ്ട്. ടോർച്ച് ലൈറ്റ് എടുത്ത് തന്നെ ടോമിയും പറയും, നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞ് അവർ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് അവര് പോസ്റ്റ്മോർട്ടം ചെയ്ത എല്ലാ ശവശരീരങ്ങളും ഒന്നും തന്നെ അവിടെ കാണുന്നില്ല. അപ്പം ടോമിയും ഓൺസ്റ്റനും ഭയങ്കരമായിട്ട് പേടിച്ച് ഇവിടെ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് ഓടി അവർ മുന്നോട്ട് കയറാൻ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവർ വേറെ റൂമിനകത്ത് കയറി ആ ഡോർ അടയ്ക്കും. ഡോർ അടയ്ക്കാൻ നേരത്ത് അവർ ചോദിക്കുന്നത് എന്താണ് സംഭവം നടക്കുന്നത് മനസ്സിലാകുന്നില്ല. തൻ്റെ ശരീരങ്ങൾ എഴുന്നേറ്റ് നടക്കുന്ന രീതിയിൽ അവർക്ക് തോന്നുന്നു. കാരണം തൻ്റെ എല്ലാ മരിച്ച ശവശരീരങ്ങളിലും ബെല്ല് ടോമി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ആ ശവശരീരങ്ങൾ ഇപ്പൊ തന്നെ ആക്രമിക്കാൻ വരുന്നു. ഓൺസ്റ്റൺ പറഞ്ഞു, ജെൻഡോ ഇവിടെ വന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള അസ്വാഭാവികമായ സംഭവങ്ങളെല്ലാം നടക്കുന്നത്, നമുക്കിവിടെ നിന്ന് ഉടൻ തന്നെ പോകണം എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ഓൺസ്റ്റൺ ജെൻഡോയുടെ ശരീരം കത്തിക്കുകയാണ് ചെയ്യുന്നത്. കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ റൂം ഫുള്ളും തീ പടരുകയും പെട്ടെന്ന് തന്നെ അണച്ചു കഴിഞ്ഞ ശേഷം ഓസ്റ്റനും ടോമിയുടെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. കാരണം ജെൻഡോയുടെ ശരീരത്തിൽ തുള്ളി പോലും കരിഞ്ഞ പാട് വന്നത്തേ ഇല്ല. അപ്പോൾ തന്നെ ജനറേറ്റർ ചെറുതായിട്ട് വർക്ക് ആകുകയും അവർ എലവേറ്റർ ചെയ്യാമെന്ന് അവർക്ക് തോന്നുകയും പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്ന് ഒരു കോടാലി എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഓടി എലവേറ്ററിന് അങ്ങോട്ട് ചെല്ലുന്നു. പെട്ടെന്ന് തന്നെ ആ എലവേറ്ററിൽ അവർ കയറുമ്പോൾ തന്നെ എലവേറ്റർ സ്റ്റക്ക് ആകുകയും അവിടുന്ന് രൂപം അവിടെ നിന്ന് വരുന്നതായിട്ട് ഇവർ കാണുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഓൺസ്റ്റൻ്റെ കയ്യിൽ നിന്ന് ആ കോടാലി വാങ്ങിയിട്ട് ടോമി ആ രൂപത്തിന് നേരെ അടുത്ത് വരുമ്പോഴത്തേക്കും ഒറ്റ വെട്ടുകയും ചെയ്യുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റ് എല്ലാം ഓൺ ആവുന്നു. ഓണായി കഴിഞ്ഞ് പെട്ടെന്ന് ആ വെട്ടി അവിടെ നിന്ന് ശബ്ദം കേട്ട് നോക്കുമ്പോഴേക്കാണ് അത് ഓൺസ്റ്റൻ്റെ ലവർ ആയിരുന്നു യമ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം ഓൺസ്റ്റൺ പറഞ്ഞു, നമ്മുടെ വീട്ടിലുള്ള പൂച്ചയും കൊന്നു, എൻ്റെ ലവറിനെയും കൊന്നു, ഇനി നമ്മളെ കൊല്ലാൻ വേണ്ടിയാണ് അവൾ ഇരിക്കുന്നത്. അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് അവൾ നമ്മളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്കിത് മരിച്ചത് എങ്ങനെയാണെന്നുള്ള കണ്ടുപിടിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാൻ ചിലപ്പോൾ സാധിച്ചേക്കാം എന്ന് കരുതി ടോമി ഓൺസ്റ്റനോട് പറയുന്നു. അതിനുശേഷം ലാസ്റ്റ് ഓഫ് അട്ടോപ്സി ചെയ്യാൻ അവർ തീരുമാനിക്കും. അവസാനം ബ്രെയിൻ്റെ ടെസ്റ്റിങ്ങിന് വേണ്ടി അവർ തയ്യാറെടുക്കുന്നു. തലച്ചോറിൻ്റെ ഒരു ചെറിയൊരു ടിഷ്യൂ എടുത്ത് അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ജെൻഡോയുടെ ശരീരഘടന ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ടോമി പറയുന്നത്, എന്തുകൊണ്ടാണ് ഇവൾ മരിച്ച വിവരം നമുക്കിതുവരെ അറിയാൻ പറ്റാതിരുന്നത്? കാരണം ഇവൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇവളുടെ മരണകാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റാതിരുന്നത്. കാരണം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മരിച്ച വിവരം എങ്ങനെയാണ് നമുക്ക് അത് കണ്ടെത്താൻ പറ്റുക? അതിനുശേഷം ടോമി അവളുടെ വയറ്റിൽ കിടന്ന ആ ഒരു തുണിയിൽ നോക്കുമ്പോൾ റോമൻ ലെറ്റേഴ്സ് ആണ് എഴുതിയേക്കുന്നത്. അതെന്തോ ബൈബിളിലെ ഏതൊരു വാക്യം പോലെ വരുന്നുണ്ട്. മന്ത്രവാദിനികൾ കൊടുത്തുകൊണ്ടിരുന്ന ശിക്ഷകളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ ജെൻഡോയുടെ ശരീരത്തിൽ ഇതേപോലെ തന്നെ ഉള്ള ശിക്ഷകളെല്ലാം നടന്നിട്ടുണ്ട്. കൈകാൽ ഒടിച്ച്, നാക്ക് മുറിച്ച്, അതുപോലത്തെ രീതികളെല്ലാം കാണുന്നു. ഇതിനുശേഷം ടോമി ജെൻഡോയുടെ അടുത്ത് ചെല്ലുന്നു, സംസാരിക്കുന്നു. നിനക്ക് ചെയ്ത ക്രൂരതകളെല്ലാം എനിക്ക് മനസ്സിലായി, പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ ഇങ്ങനെ തെറ്റുകാരല്ല, അതുകൊണ്ട് നീ എല്ലാവരെയും ഉപദ്രവിക്കാൻ പാടില്ല, നീ എന്നെ ഉപദ്രവിച്ചോളൂ, പക്ഷെ എൻ്റെ മകനെ വെറുതെ വിട്ടോളൂ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ജെൻഡോ താൻ അനുഭവിച്ച വേദനകളും കഷ്ടപ്പാടും എല്ലാം തന്നെ കറക്റ്റ് ടോമിക്ക് അത് കൊടുക്കുന്നു. ടോമിയുടെ കൈകാലെല്ലാം മുറിഞ്ഞ് ഇതേ സമയം തന്നെ ജെൻഡോയുടെ ശരീരം പഴയപടി തിരിച്ചു വരികയാണ്. അതിനുശേഷം ഓസ്റ്റൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഓസ്റ്റൻ കരുതി തനിക്ക് ഇവിടെ രക്ഷപ്പെടാൻ പറ്റും, തൻ്റെ അച്ഛൻ ഇങ്ങനെ മരിച്ചു, അവിടെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് വെളിയിൽ നിന്ന് പോലീസിൻ്റെ ശബ്ദമെല്ലാം കേട്ടതിന് ശേഷം ഓസ്റ്റൻ ഓടിച്ചെന്ന് താനൊരു വാതിൽ തുറന്നു നോക്കുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ പുറകോട്ട് വീണ് ഓസ്റ്റനും മരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അടുത്ത ദിവസം തന്നെയാണ് പോലീസ് വരുന്നത്. പോലീസ് വരുമ്പോൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു, ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോകാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു, പക്ഷെ ആരോ ഇവരുടെ ഉള്ളിൽ വെച്ച് കൊന്നിരിക്കുന്നു എന്ന് പോലീസിനോട് വീണ്ടും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. ഇത് നമ്മൾ ആദ്യമേ കണ്ട അതേ വാചകങ്ങൾ തന്നെയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അപ്പോഴേക്കും ആ പോലീസ് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഈ ഒരു പെണ്ണിനെ എവിടെയെങ്കിലും കൊണ്ട് കളയുക എന്നതാണ് പോലീസ് അവിടെ വെച്ച് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ ഒരു ഫിലിം തീരുന്നത്. അട്ടോപ്സി ഓഫ് ജെൻഡോ എന്ന് പറഞ്ഞ മൂവി
ഒരു കിഡു മൂവിയാണ്. അത് ഹൊറർ ത്രില്ലർ മൂവി കൂടിയാണ്. എല്ലാവരും കണ്ടിട്ടില്ലാത്തവരെല്ലാവരും കാണുക. പിന്നെ ജോഗ് ജോലായിലെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.